നല്ല വലിപ്പമുണ്ട് ലിവിങ് സ്പേസിന്. കൂടാതെ തന്നെ ഒരു വാള് പൂർണ്ണമായിട്ടും യൂസ് ചെയ്തിരിക്കുകയാണ് ടി വി യൂണിറ്റിനായിട്ട്. എത്ര വലിയ ടി വി ആണെങ്കിലും നമുക്കിവിടെ ഹാങ് ചെയ്യാൻ പറ്റും. അതേ രീതിയിലാണ് ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സെക്ഷനായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ കിച്ചനാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ്. രണ്ടാമത്തെ വന്നിരിക്കുന്നത് കിച്ചൺ വിത്ത് വാഷ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ 2 കിച്ചൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഫ്രണ്ടിൽ, അതായത് കിഴക്ക് വശത്ത് ധാരാളം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു വർക്ക് ഏരിയയ്ക്കും നമുക്ക് സ്പേസ് ഉണ്ട്. അപ്പർ ലിവിങ് ഏരിയ 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ വർക്ക് സ്പേസ്, മറ്റേത് വരുന്നത് ഫാമിലി ലിവിങ് സ്പേസുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ടി വി സ്പേസും വരുന്നുണ്ട്. മനോഹരമായിട്ട് 2 സ്പേസോട് കൂടിയുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് ഈ വീടിന് കിട്ടുന്നുണ്ട്. എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിന് മിഡിലായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് എടത്തല പഞ്ചായത്തിൽ വരുന്നൊരു വില്ല പ്രോജക്റ്റിനകത്ത് മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. 4 സെൻറ്റ് 100 ലിങ്സ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. മനോഹരമായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയൊരു വാഹനം പാർക്കാനുള്ള സ്പേസ് ഉണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടർ കണക്ഷൻ്റെ പ്രൊവിഷനും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ തൊട്ടടുത്ത സിറ്റീസിലേക്കുള്ള ദൂരം നമുക്ക് നോക്കാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടപ്പള്ളി ഭാഗത്തേക്കും ആലുവ ഭാഗത്തേക്കും തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലവേഷൻ വർക്ക് കൊടുത്തുള്ളത്. അപ്പോൾ നേരെ കോമ്പൗണ്ടിനകത്തേക്കാണ് നമ്മൾ പോന്നിരിക്കുന്നത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ടൈലാണ് കൊടുത്തുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സുകളെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നോർത്ത് സൈഡിൽ നിന്നും ഈസ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെയും 2 വീലറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണർ വന്നിരിക്കുകയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ട് കിച്ചൻ്റെ ഭാഗമാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. മാത്രമല്ല ധാരാളം സ്പേസ് കിഴക്ക് വശത്ത് കിട്ടുന്നതുകൊണ്ട് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും നമുക്ക് ഇവിടെയുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഒരു സൈഡ് ഒതുങ്ങിയാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. 2 പില്ലറിലും ക്ലാഡിങ് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. സിറ്റ് ഔട്ടിന് മേലെയായിട്ട് ഫാൾ സീലിങ്ങിൽ LED സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാം ലൈറ്റ് തന്നെയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. നേരെ അകത്തേക്ക് കയറാം. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഭംഗിയുള്ളൊരു പാറ്റേണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. എല്ലാ ജനലുകളും പാനൽ ചെയ്തിരിക്കുകയാണ്. പഴയ വീടിൻ്റെ മച്ചിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഫാൾ സീലിങ്ങിൽ ജിപ്സം പാനൽ വർക്കുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുകയാണ്. കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് ധാരാളമുണ്ട്. അതുകൂടാതെ തന്നെ ഒരു വാള് പൂർണ്ണമായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് PVC ലാമിനേഷനൊക്കെ കൊടുത്തിരിക്കുകയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്ന എൻട്രൻസിനെയൊക്കെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളും വർക്കുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. ഡൈനിങ് ഏരിയ നല്ല സ്ട്രെയിറ്റ് ആയിട്ടും ലെങ്തി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്, 3 പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. സ്മാർട്ട് സീലിങ്ങിൽ ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്മാർട്ട് സീലിങ്ങിൽ LED ലൈറ്റുകൾ കൂടാതെ തന്നെ ഫാൻസി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അത് കൂടാതെ തന്നെ ഒരു ഗ്രീൻ മാറ്റ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുകയാണ്. പേബിൾസും മറ്റുമൊക്കെ ഇട്ട് ഭംഗിയാക്കാവുന്നതാണ്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ്. അപ്പം ഗ്രാനൈറ്റിൽ വന്നിരിക്കുന്ന ഫിറ്റിങ്സാണ് ഹിൻഡ്യുവെയറിൻ്റെ ഇറ്റാലിയൻ കളക്ഷനുള്ള വാഷ് ബേസിനും അതുപോലെ തന്നെ പില്ലർ കോക്കുമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലാഡിങ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചൺ 2 സെക്ഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ് കിച്ചൺ വന്നുള്ളത്. ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹോബും വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നോർത്തിലേക്കും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതാണ് നോർത്ത് സൈഡ്. ഈ ഭാഗത്തായിട്ട് 2 ഹിൻഡുവിൻ്റെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്കും വന്നിട്ടുണ്ട്. നേരെ സെക്കൻഡ് പൊസിഷനിലേക്ക് വരികയാണ്. ഇവിടെയും ഒരു L ഷേപ്പിൽ തന്നെയാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നോർത്തിലേക്ക് നമുക്ക് ഹുഡും ഹോബും ഒക്കെ വെക്കാവുന്നതാണ്. ഒരു എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടും ഒരു സിങ്കും അതുപോലെ തന്നെ നല്ലൊരു ടാപ്പ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ആണ് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. വാട്ടർ ലൈൻ വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്കിവിടെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ താഴെ വെക്കാവുന്ന രീതിയിലാണ് സ്പേസ് കിട്ടുള്ളത്. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറും കൊടുത്തിരിക്കുകയാണ്. ഈസ്റ്റ് സൈഡിൽ ധാരാളം സ്പേസ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരു അഡീഷണൽ വർക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം നമുക്ക് കിച്ചൺ ഓൾറെഡി വലിപ്പമുള്ള കിച്ചൺ 2 സെക്ഷനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം 13 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. മേലെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് കബോർഡ് ചെയ്തിരിക്കുകയാണ്. നേരെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്. അപ്പം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫിറ്റിങ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹിൻഡുവിൻ്റെ ഫിറ്റിങ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ട് സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു വുഡിൻ്റെ ഒരു ഫിനിഷിങ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഫാൻസി ലൈറ്റുകൾ ഉടനീളം കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. പെർമനൻറ്റ് ഗ്ലാസ് ആണ് വന്നുള്ളത്. അപ്പോൾ ഇത് ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫാൾ സീലിങ്ങിൽ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് കിടക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് കാണുന്നത് തന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിളാണ്. അപ്പോൾ ഈ ഏരിയനെ നമുക്ക് വർക്ക് സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 13 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡും ഇത് ഈസ്റ്റ് സൈഡുമാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് വരുന്നുണ്ട്. കൂടാതെ ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇനി നമ്മളിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡുമാണ്. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡും വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോറാണ് വന്നുള്ളത്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകൾ കൂടാതെ തന്നെ ഫൈബർ ലാമിനേഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ വന്നിരിക്കുന്ന സ്ക്വയർ ട്യൂബിൽ നല്ലൊരു ഡിസൈനിലും കൂടിയാണ്. ഫ്രണ്ടിൽ പാരപ്പറ്റിന് നീട്ടമുള്ളത് കൊണ്ട് തന്നെ, അതായത് നീളവും വീതിയും കൂടുതലുള്ളതുകൊണ്ട് തന്നെ നല്ല പ്ലാന്റ്സുകൾ നമുക്ക് കൊടുക്കാനുള്ള സ്പേസും ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത്. താഴത്തെ ലിവിങ് സ്പേസ് കൂടാതെ തന്നെ അപ്പർ ലിവിങ് സ്പേസ് ധാരാളം കിട്ടിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സെറ്റുകൾ ഇടാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. TV സ്പേസും ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി ഓപ്പൺ ടെറസേരിയിലേക്ക് കയറുന്ന ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഓപ്പൺ ടെറസേരിയിലേക്ക് കയറുന്ന ഭാഗമാണ്. ലാഡർ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല വീതിയുള്ള സ്റ്റെപ്സ് തന്നെയാണ് വന്നുള്ളത്. ഹാൻഡിൽ വരുന്നുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ. അത് ഡ്രസ്സ് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് 100 ലിങ്സ് ലാൻഡ് ഏരിയയിൽ
1900 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. ഇതിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് സൈറ്റ് വിസിറ്റിനും ഇതിൻ്റെ ലോൺ വർക്കിനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.